ക്ലച്ച് മാറി, പക്ഷേ പിന്നെയും വാഹനം ഓടിക്കുമ്പോൾ ക്ലച്ച് സ്ലിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ക്ലച്ചിന് പിന്നെയും കംപ്ലയിൻ്റ് ഉള്ളതുപോലെ, അതായത് ഒരു ഗിയറിൽ നിന്നും അടുത്ത ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വാഹനം പിന്നെയും ഇരയ്ക്കുന്നു അല്ലെങ്കിൽ റേസായാണ് കയറുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും കംപ്ലയിൻറ്റ്? അതായത് ക്ലച്ചിന് കംപ്ലയിൻ്റ് ഉണ്ടായിട്ട് നമ്മൾ ക്ലച്ച് മാറിയതാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും വാഹനത്തിൻ്റെ ക്ലച്ചിലോട്ട് ഏതെങ്കിലും രീതിക്കുള്ള ഫ്ലൂയിഡ്, അതായത് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഗിയർ ഓയിലാകാം. ഈ രണ്ട് കാര്യങ്ങൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ബ്രേക്ക് ഫ്ലൂയിഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ക്ലച്ച് ആണെന്നുണ്ടെങ്കിൽ, അതായത് വാഹനത്തിൻ്റെ ക്ലച്ച് ചവിട്ടുന്ന ക്ലച്ച് കേബിൾ അല്ലാത്ത മോഡലാണെങ്കിൽ ഫ്ലൂയിഡ് യൂസ് ചെയ്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലൂയിഡ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഈ ഫ്ലൂയിഡ് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മുടെ ക്ലച്ചിൽ വീണിട്ടുണ്ടെങ്കിൽ, അതായത് സ്ലേവ് സിലിണ്ടർ വഴി ക്ലച്ച് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം കാണിക്കാം. അല്ലാത്ത പക്ഷം നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന ഒരു ഓയിൽ സീലുണ്ട്, ആ ഓയിൽ സീൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ക്ലച്ചിൻ്റെ പുറത്ത് ഈ ഓയിൽ വീഴാം. അപ്പോൾ ഈ പിന്നെയും സ്ലിപ്പ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ ക്ലച്ചിൻ്റെ പ്രശ്നമല്ല. പക്ഷേ പിന്നീട് നമ്മൾ ഈ പറയുന്ന പോലെ ഓയിൽ സീലിനോ അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡിൻ്റെ പ്രശ്നം തീർത്ത് കഴിഞ്ഞാൽ ക്ലച്ച് ഒന്നുകൂടെ മാറി വിട്ടില്ലെന്നുണ്ടെങ്കിൽ പണി പാളും. വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ക്ലച്ച് പിന്നെ മാറിത്തരാൻ അവരോട് നമുക്ക് ആവശ്യം